2025 ഓഗസ്റ്റ് 12 ഹിന്ദു റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അതിൽ യൂണിയൻ മിനിസ്റ്റർ ജയന്ത് ചൗധരി told Lok Sabha that 205 schools has closed down from 2019 to 1922, 2023-24 എന്നുള്ളതാണ് ആ വാർത്ത. അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിഷേധിക്കുകയും ചെയ്തു എന്നും ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം 205 സ്കൂളുകൾ കേരളത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അത് രേഖാപരമാണ്. അവിടെ ഇടത് എംപിമാരടക്കമുണ്ട്. അവരാരും അതിനെ എതിർത്തിട്ടില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ എതിർത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവകാശ ലംഘനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, മറ്റു പലതുമുണ്ട്. അന്ന് ആരും അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക പോലും ചെയ്തില്ല. ഇത് സത്യമാണോ, സത്യവിരുദ്ധമാണോ? പച്ചക്കള്ളമാണ്. ഒന്ന്, കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ വിദ്യാലയം പൂട്ടിയതായി ഏതെങ്കിലും പത്രത്തിലൊരു വാർത്ത ഈ 10 കൊല്ലത്തിനിടയ്ക്ക് വന്നു? ഈ കേരളത്തിലെ പ്രതിപക്ഷം ജീവിച്ചിരിപ്പില്ലായിരുന്നു? ഇവരൊക്കെ ജീവിച്ചിരിപ്പില്ലേ മാന്യന്മാർ? ഒരു സർക്കാർ വിദ്യാലയം പൂട്ടിയാൽ അതിൻ്റെ മുന്നിൽ ഇവരിയ്ക്കുകയില്ലേ? നമ്മുടെ നാട്ടിലൊരു ചർച്ച പങ്കെടുത്ത് എന്തും പറയാം, നിലവാരം കെട്ട വർത്തമാനം പറയാം. രാഷ്ട്രീയമായി ഞങ്ങളോട് വിരോധം തീർക്കാൻ 2 ചേട്ടന്മാരെ അപ്പുറം ഇപ്പുറം ഇരുത്തിയല്ലോ മാധു. ഇവിടെ ബഹുമാനപ്പെട്ട വളർമതി പറഞ്ഞ കാര്യം എന്താ? ഉണ്ട് പോസ്റ്റ്. ഞാൻ പറയട്ടെ തീർക്കാൻ മാധു അനുവദിച്ചു. നിങ്ങൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ അനുവദിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ വാക്ക് എന്റെ സമയത്തല്ല പറയണത്. എന്റെ സമയത്ത് പറയാൻ കേട്ടോ. വളർമതി പറയട്ടെ. ചർച്ച പങ്കെടുക്കുമ്പോ ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ, ദയവായി കേൾക്കൂ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. വളർമതി ഈ ചർച്ച പറഞ്ഞ കാര്യം എന്താണ്? നിയമനം നടന്നു. PSC എടുത്തവരെയല്ല, അവിടെ നിയമിച്ചത് പ്രൊട്ടക്ഷൻ അധ്യാപകരെയാണ്. ഇതല്ലേ വളർമതി പറഞ്ഞത്? ഇതിവര് കേട്ടില്ലേ? മാധു കേട്ടില്ലേ? ഞാൻ കേട്ടു. അത് കേട്ട മാധു അത് വരവ് വെക്കാതെ എന്നോട് ചോദിപ്പിക്കുകയാണ്. എന്താ ചോദിപ്പിച്ചത്? വേക്കൻസി ഇല്ലാതെ എന്തിന്റെ പരീക്ഷ നടത്തി? ഒരാൾ വാശി പിടിച്ച് ചോദിച്ചല്ലോ. ഈ ചർച്ച തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ സമയം എടുക്കണ്ട. ഈ പരിപാടിക്ക് ഞാനില്ല മാധു. ഈ പരിപാടിക്ക് ഞാനില്ല. നിങ്ങൾ ഇത്തരം പരിപാടിക്ക് നടത്താൻ ഞങ്ങളില്ല. അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേലയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇവിടെ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട്. 10 കൊല്ലമായിട്ട് പറയും, ഇനിയും പറയും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ചർച്ചയിൽ വളർമതി എന്താ പറഞ്ഞത്? ഒഴിവില്ലെന്നാണോ ഒഴിവുണ്ടെന്നാണോ? ഒഴിവുണ്ട്. അവിടെ പ്രൊട്ടക്ടർ അധ്യാപകരെ നിയമിച്ചു. അങ്ങനെ ഒഴിവുണ്ട് എന്നും പ്രൊട്ടക്ടർ അധ്യാപകരെ നിയമിച്ചു എന്നും പറഞ്ഞൊരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു വിദ്വാൻ ഇവിടുന്ന് എന്നോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്തിനു പരീക്ഷ നടത്തി? പിന്നെ ഇവരൊക്കെ രാഷ്ട്രീയം അല്ലാണ്ട് എന്നാ കളിക്കുന്നു ഇവിടെ കിടന്ന്? ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാ. ഞാൻ പറയട്ടെ, എന്റെ മറുപടി പറയട്ടെ. എന്റെ മറുപടിക്കല്ലേ ഞാൻ ഇരിക്കണം. നിങ്ങളെന്തിനാ വിഷമിക്കണത്? ചർച്ചയ്ക്ക് വിളിച്ചാൽ മറുപടി കേൾക്കണം. അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം കോൺഗ്രസ് പകുതിയോട്, 10 കൊല്ലത്തിനിടയ്ക്ക് പൂട്ടിപ്പോയൊരു സർക്കാർ സ്കൂളിന്റെ പേര് പറ, ചുണയുണ്ടെങ്കിൽ. ഞാൻ പറയട്ടെ മാധു, അത് ഇങ്ങോട്ട് പറ. കേരളത്തിലല്ലേ ജീവിച്ചത്? ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ. എന്റെ സമയം എന്റെ സമയത്ത് ഞാൻ കൊണ്ട് പറയാം. നിങ്ങളുടെ സമയത്ത് പറഞ്ഞില്ലല്ലോ. ഇതുവരെ കേട്ടിട്ടില്ല ഒരു പേരും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട വളർമതി പറഞ്ഞു. എന്താ വളർമതി പറഞ്ഞത്? അവിടെ നിയമനം നടന്നു. മാധു ഇത് എടുത്ത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു 2% നിയമനമാണ് നടന്നത്. അപ്പോൾ ഒഴിവില്ലായിരുന്നോ? ഒഴിവുള്ളപ്പോൾ ആ ഒഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പരീക്ഷ നടത്തിയത്? ആ PSC എന്തിനാ പരീക്ഷ നടത്തിയത്? അടുത്ത ചോദ്യം. ഒഴിവുണ്ടായിട്ടാണ് പരീക്ഷ നടത്തിയത്. മൂന്നാമത്തത്, പ്രതീക്ഷിച്ച ഒഴിവ് വന്നില്ല. അതാ പ്രശ്നം. ആ പ്രശ്നം ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ആ പ്രതീക്ഷിച്ച ഒഴിവ് വരാത്തതിന് കാരണം വിദ്യാഭ്യാസ വിവിധ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വരുന്നിട്ടുള്ള പ്രൊട്ടക്ടഡ് അധ്യാപകർ. അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതാണ്. വിമോചന സമരത്തിലൂടെ EMS സർക്കാരിനെ പുറത്താക്കിയിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് അത്. നിങ്ങളൊക്കെ ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് എടുക്കാൻ സൗകര്യപ്പെടുകയല്ല. നാലാമത്തത്,
PSC യുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കെട്ടുകഥകളാ. ഞാൻ പറയട്ടെ PSC ചെയർമാനെ ചോദ്യം ചെയ്തോ? ഞാൻ കേട്ടില്ല കേട്ടോ. ഒരു PSC ചെയർമാനെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ മാധു ഒരു വിദഗ്ധനെ കൊണ്ട് അവതരിപ്പിച്ചല്ലോ. വിദഗ്ധൻ പറയുന്നത് എന്താണ്? പൊയ്കയിൽ കുമാര ഗുരുദേവനെ കുറിച്ചുള്ള ചോദ്യം വരുമെന്ന് പറഞ്ഞു. PSC പഠിക്കുന്ന പിള്ളേർ പൊയ്കയിൽ കുമാര ഗുരുദേവനെ പഠിക്കാതെ എന്ത് നവോത്ഥാനം പഠിക്കാനാണ് കേരളത്തിൽ? അങ്ങനെ ചോദ്യം PSCക്ക് വന്ന ഉടനെ PSC പരീക്ഷ റദ്ദാക്കുന്ന ഒരു ഉപദേശം കൊടുക്കുന്ന അധ്യാപകരെ നിയമിച്ചു. അതിൽ 50-50 എന്ന അനുവാദം പോലും പാലിക്കാതെ മുഴുവനുമായി അവരെ നിയമിച്ചു എന്നുള്ളതാണ്. അങ്ങയുടെ സമയം ഞാൻ ഇടപെടാതെ അങ്ങയുടെ ആവശ്യപ്രകാരം നിന്നു. അങ്ങ് പരിഭവിക്കും, ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ സമയം എല്ലാവർക്കും നൽകിയതുപോലെ തന്നെ ഞാൻ ആ സമയം മുഴുവനും നിന്നു. ഞങ്ങൾ ഈ പരിപാടിക്ക് വരാൻ ഒരു നിർബന്ധമില്ല. അതിന് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നയം പറയാം. ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തലയുയർത്തി ഈ നാട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, 10 കൊല്ലക്കാലം അഭിമാനപൂർവ്വം ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾക്കെതിരെ നുണ പറഞ്ഞ്, ഞങ്ങൾക്കെതിരെ ഞങ്ങളെ തോപ്പിച്ചു. നിങ്ങൾക്ക് അഭിമാനമുണ്ടായി, അവർ അഭിമാനമില്ലാതെ തെരുവിൽ നിൽക്കുകയാണ്. വ്യാമോഹം കൊടുത്ത് ഞങ്ങൾ തോപ്പിച്ചു. അതെ, വ്യാമോഹം കൊടുത്ത് അവരെ കളവ് പറഞ്ഞ് പറ്റിച്ചു. ചെറുപ്പക്കാരെ പറ്റിച്ച പോലെ ഇന്ദിരാ ഗാന്ധി പറഞ്ഞിട്ട് പാവപ്പെട്ട സ്ത്രീകൾക്കെല്ലാം KSRTCയിൽ തീർത്ഥയാത്ര പോകാമെന്ന് പറഞ്ഞ് പറ്റിച്ച പോലെ കേരളം മുഴുവൻ മനുഷ്യനെ പറ്റിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടായി, UDF ഉണ്ടായി. ആ പറ്റിക്കപ്പെട്ടവരിൽ ഓരോരുത്തരും വഴിയിലേക്ക് ഇറങ്ങുന്നു. അതിന്റെ പ്രതിനിധിയാണ് വളർമതി. ഇവിടെ നിന്ന് പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടായില്ല, ഈ സർക്കാരിന്റെ കാലത്തും ഇല്ല എന്നതാണ്. അത് മുഴുവനുമായി ഈ സർക്കാരിന്റെ കാലത്തോ മുഴുവനുമായും കഴിഞ്ഞ സർക്കാരിന്റെ പിടലിലോ വെക്കാൻ കഴിയില്ല. അതിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മറുപടി പറയൂ. അവരുടെ ഉത്തരവാദിത്വം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, അവരതിന് മറുപടി പറയും. ഡോക്ടർ ജിൻഡോ ജോൺ ഒരൊറ്റ സ്കൂളിന്റെ പേര് പറയാൻ കഴിയുമോ എന്നാണ് അടുക്കൽ അനിൽകുമാർ വെല്ലുവിളിച്ചത്. എനിക്ക് ചർച്ച അവസാനിക്കണം. അങ്ങയുടെ കയ്യിലുണ്ടോ? ഞാൻ പറയാം മാധു. കണ്ണൂർ ജില്ലയിൽ 8 സ്കൂളുകൾ പൂട്ടിപ്പോയി. അതിൽ 3 കണ്ണൂർ ജില്ലയിൽ പൂട്ടിപ്പോയി 8 സ്കൂളുകളിൽ 3 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ അണ്ടല്ലൂർ JPS സ്കൂൾ, മേലൂർ JPS, പാലയാട് LPS. ജോൺ ബ്രിട്ടാസ് ഫെബ്രുവരി 4 പോസ്റ്റ് ചെയ്ത പോസ്റ്റ് വായിക്കണം അനിൽകുമാർ. ഓഗസ്റ്റ് 12 ഹിന്ദുവിലും അതേ ദിവസം തന്നെ മനോരമ പത്രത്തിലും വന്ന വാർത്തകളും വായിക്കണം. ദേശാഭിമാനി മാത്രം വായിച്ചാൽ പോരാ. ശരി, എന്റെ ചർച്ച പൂർണ്ണമായും പൂർത്തിയാകുകയാണ്. അനിൽകുമാർ ചോദിച്ചതിന് ഡോക്ടർ ജിൻഡോ ജോൺ മറുപടി പറയുകയും ചെയ്തു. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ അങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ഞാൻ വാർത്ത കൊടുക്കും. Debate with Madhu Saji.